1999 മുതൽ 2009 വരെ സച്ചിൻ എന്ന ഒറ്റ പ്ലെയർ 39 തവണയാണ് അമ്പയേഴ്സിന്റെ റോങ് കോൾ കാരണം ഡിസ്മിസ് ആയത്. ഇപ്പോൾ ബാറ്റിൽ തട്ടിയോ ഇല്ലയോ എന്നറിയാനാണ് അൾട്രാ എഡ്ജ് ഉപയോഗിക്കുന്നത്. സ്റ്റെമ്പിന്റെ ബാക്കിലായിട്ട് ഒരു മൈക്രോഫോൺ ഉണ്ടാവും. ഈ മൈക്രോഫോൺ അതിന് ചുറ്റുമുള്ള സൗണ്ട് മുഴുവൻ റെക്കോർഡ് ചെയ്യും. എന്നിട്ട് അൺവാണ്ടഡ് നോയ്സസ് ഉണ്ടല്ലോ, ഇപ്പൊ എന്താ പറയാ, ക്രൗഡിന്റെ ചിയേഴ്സും പ്ലെയേഴ്സ് പരസ്പരം സംസാരിക്കുന്നതൊക്കെ, അതെല്ലാം ഫിൽട്ടർ ഔട്ട് ചെയ്തിട്ട് ബോൾ ബാറ്റിൽ കൊള്ളുമ്പം ഒരു സ്പെസിഫിക് ഫ്രീക്വൻസിയിലായിരിക്കും സൗണ്ട് ജനറേറ്റ് ചെയ്യുന്നത്. ആ സൗണ്ടിന് വേണ്ടി മാത്രം ലിസൺ ചെയ്യും. ഈ റെക്കോർഡിങ്ങും ഫുട്ടേജും സിങ്ക്രണൈസ് ചെയ്ത് ബോൾ ബാറ്റിന്റെ അടുത്തൂടെ പോകുമ്പോൾ ഈ സൗണ്ട് വേവ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും. 1990-ൽ ബ്രിട്ടീഷ് കമ്പ്യൂട്ടർ സയന്റിസ്റ്റ് ആയ അലൻ ബ്ലാസ്കറ്റ് ഡെവലപ്പ് ചെയ്ത സ്നിക്കോമീറ്റർ എന്ന ടെക്നോളജിയുടെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് വേർഷൻ ആണ് അൾട്രാ എഡ്ജ് ഡിറ്റക്ഷൻ. ഇതുപോലെ തന്നെ ബോൾ ബാറ്റിൽ നിക്ക് ചെയ്തോ, അതായത് എഡ്ജിൽ വല്ലതും കൊണ്ടോ ഇല്ലയോ എന്നറിയാൻ ഒരു ടെക്നോളജി കൂടി ഉപയോഗിക്കും, ഹോട്ട്സ്പോട്ട്. ബോൾ ബാറ്റിൽ കൊള്ളുമ്പോൾ ആ കൊള്ളുന്നിടത്ത് ഫ്രിക്ഷൻ കാരണം ഒരു ഇച്ചിരി ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ഇത് നമ്മൾ തൊട്ടാൽ പോലും അറിയണമെന്നില്ല, ബട്ട് തെർമൽ ക്യാമറാസിന് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. സ്റ്റേഡിയത്തിന്റെ രണ്ടറ്റത്തും തെർമൽ ക്യാമറാസ് വെച്ച് നമ്മൾ ഇത് ഒബ്സർവ് ചെയ്യുവാണെങ്കിൽ കറക്റ്റ് ആയിട്ട് ബോൾ ബാറ്റിൽ കൊണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റും. ഓസ്ട്രേലിയൻ കമ്പനിയായ BBG സ്പോർട്സ് ആണ് 2006-ൽ ഈ ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബാറ്റ്സ്മാൻ ബാറ്റ് വീശുമ്പോൾ ഒരു വൂഷ് എന്ന സൗണ്ട് ഉണ്ടാവും. ഇത് കാരണം അൾട്രാ എഡ്ജ് ഡിറ്റക്ഷന് ചില സമയത്തൊക്കെ കറക്റ്റ് ആയിട്ട് ബോൾ ബാറ്റിൽ കൊണ്ടോ ഇല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. Oh, what happened there? There's an appeal. Pictures we have, there is no conclusive evidence to say that he's definitely hit that and to say it is pad first. So you can stay with your original decision of out. Had to go with the on-field decision. Virat Kohli is out leg before to Hazelwood. ബട്ട് ഹോട്ട്സ്പോട്ട് ആണെങ്കിൽ കറക്റ്റ് ബോൾ ബാറ്റിൽ എവിടെയാ കൊണ്ടതെന്ന് വരെ പറയാൻ പറ്റും. ബട്ട് ഈ ഹോട്ട്സ്പോട്ട് ടെക്നോളജിക്കും രണ്ട് മേജർ ഡ്രോബാക്സ് ഉണ്ട്. നമുക്ക് ഓരോന്നായിട്ട് അത് നോക്കാം. നമ്പർ 1, ഇതിനുപയോഗിക്കുന്ന തെർമൽ ക്യാമറാസ് ഭയങ്കര കോസ്റ്റ്ലിയാണ്. നമ്പർ 2, ചില പ്ലെയേഴ്സ് അവരുടെ ബാറ്റിന്റെ അറ്റത്ത് ടേപ്പ് ഒട്ടിക്കും. ഇങ്ങനെ ടേപ്പ് ഒട്ടിക്കുവാണെങ്കിൽ ബോൾ ബാറ്റിൽ കൊണ്ടാലും കറക്റ്റ് ആയിട്ട് തെർമൽ ക്യാംസിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. IPLന്റെ 2018 സീസണിലാണ് ഫസ്റ്റ് ടൈം ഈ ഹോട്ട്സ്പോട്ടും അൾട്രാ ഡിറ്റക്ഷനും ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും DRSന്റെ ഭാഗമായി. അതിന് DRS എന്താണ്? DRS എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് തേർഡ് അമ്പയർ എന്താണെന്ന് ഡിസ്കസ് ചെയ്യണം. ഫീൽഡിലുള്ള രണ്ട് അമ്പയേഴ്സ് അല്ലാതെ അവർക്ക് എടുക്കാൻ പറ്റാത്ത ഡിസിഷൻസ് അവർക്ക് വേണമെങ്കിൽ ഒരു എക്സ്റ്റേണൽ അമ്പയറിന് കൊടുക്കാം. ഈ അമ്പയർ ഫുട്ടേജ് മൊത്തം ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നോക്കി ഒരു കറക്റ്റ് ഡിസിഷൻ എടുക്കും. തേർഡ് അമ്പയർ വഴി ഫസ്റ്റ് ടൈം ഔട്ട് ആവുന്ന പ്ലെയർ എന്ന റെക്കോർഡ് ആർക്കാണെന്നറിയോ? അറിയാവുന്നൊരു കമന്റ് ബോക്സിൽ ഡ്രോപ്പ് ചെയ്തോ. നമ്മൾ വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. തേർഡ് അമ്പയറിന് ഈ ഡിസിഷൻ കൊടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഓൺ ഫീൽഡ് അമ്പയേഴ്സ് ആയിരുന്നു. ബട്ട് 2008-ൽ ഡയറക്റ്റ് റിവ്യൂ സിസ്റ്റം അഥവാ DRS ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതനുസരിച്ച് പ്ലെയേഴ്സിന് വേണമെങ്കിൽ അമ്പയർ എടുക്കുന്ന ഡിസിഷനെ അപ്പീൽ ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പൊ DRS കൂടി വന്നതിന് ശേഷം ഇഷ്ടംപോലെ പ്ലെയേഴ്സ് LBWനും അപ്പീൽ ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നെ LBW ഔട്ടാണോ അല്ലയോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന ടെക്നോളജി ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ക്രിക്കറ്റിലാണെങ്കിലും അത് വേറെ ഒരുപാട് ഗെയിംസ് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഒരു ടെക്നോളജി കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്, സിങ്ക് ബെയിൽസ്. മൂന്ന് സ്റ്റെമ്പും അതിന് മുകളിൽ 2 ബെയിലും. ഇതിനെയാണ് വിക്കറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ബെയിലെങ്കിലും സ്റ്റെമ്പിൽ നിന്ന് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ആയാലേ ഒരു പ്ലെയർ ഔട്ട് ആവുള്ളൂ. അതായത് ഇത് ഔട്ടല്ല, ഇതും ഔട്ടല്ല, ബട്ട് ഇങ്ങനെ ബെയില് കംപ്ലീറ്റ്ലി ഡിറ്റാച്ച് ആയാൽ പ്ലെയർ ഔട്ട് ആകും. ബട്ട് ഈ ബെയില് കംപ്ലീറ്റ് ആയിട്ട് ഡിറ്റാച്ച് ആവുന്ന ആ ഒരു സ്പെസിഫിക് ടൈം, ഒരു 1/10th of a second കണ്ടുപിടിക്കുന്നത് ഭയങ്കര പാടായിരുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ഓസ്ട്രേലിയൻ കമ്പനിയായ സിങ്ക് ഇന്റർനാഷണൽ ഇതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. സിങ്ക് ക്രിക്കറ്റ് വിക്കറ്റ്. ബെയിൽ സ്റ്റെമ്പിൽ നിന്ന് ഡിറ്റാച്ച് ആയ ഉടനെ ബെയിലിനകത്തുള്ള മൈക്രോ പ്രോസസർ സ്റ്റെമ്പിലേക്ക് ഒരു റേഡിയോ സിഗ്നൽ അയക്കും. ഈ റേഡിയോ സിഗ്നൽ കിട്ടിയാൽ ഉടനെ സ്റ്റെമ്പും ബെയിലും ലൈറ്റപ്പ് ചെയ്യും. ഇതെല്ലാം നടക്കുന്നത് 1/1000th of a second-ലാണ്. 2013-ലാണ് ICC ഈ ടെക്നോളജി അപ്രൂവ് ചെയ്തത്. അതിനുശേഷം 2014-ൽ നടന്ന T20 വേൾഡ് കപ്പിൽ ഇത് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസും ചെയ്തു. പ്ലേയേഴ്സിന്റെയും ഫാൻസിന്റെയും യൂണിവേഴ്സൽ അപ്രൂവൽ കിട്ടിയ ഈ ടെക്നോളജി കണ്ടുപിടിച്ച ബ്രോൺ ടെക്കമാൻ പറയുന്നത് അദ്ദേഹത്തിന്റെ മകളുടെ ഒരു LED ടോയ് കണ്ട് ഇൻസ്പയർഡ് ആയെന്നാണ്. ഈ സിങ്ക് ബെയിൽസ് 2016 IPL സീസണിലാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. Not a new thing in Test cricket. We can have a look at it and you can see various times that has happened in the past with normal wooden bails.
പണ്ടത്തെയൊക്കെ വിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് തടി വെച്ചിട്ടാണ്. ബട്ട് ഈ സിങ് ക്രിക്കറ്റ് വിക്കറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് കോമ്പോസിറ്റ് പ്ലാസ്റ്റിക് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ മൊത്തം വില $30,000 a stump. 25 ലക്ഷം രൂപ വരും. ഈ സിങ്സ് ക്രിക്കറ്റ് വിക്കറ്റ് ക്രിക്കറ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ടെക്നോളജിയാണ്. ഇത് പ്രൈമറിലി ഉപയോഗിക്കുന്നതും ക്രിക്കറ്റിൽ തന്നെയാണ്. ബട്ട് ക്രിക്കറ്റിന് വേണ്ടി ഡെവലപ്പ് ചെയ്ത ടെക്നോളജി വേറെ ഇഷ്ടംപോലെ ഗെയിംസ്, ഫുട്ബോളും ടെന്നീസും ഇപ്പൊ ബാസ്കറ്റ്ബോളും ബേസ്ബോളും എല്ലാം ബോൾ ട്രാക്കിംഗ്. LBW വഴി ഔട്ട് ആവണമെങ്കിൽ നമ്മൾ 3 കാര്യങ്ങളാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, എറിഞ്ഞ ആ ബോൾ നോ ബോൾ ആണോ നോക്കും. രണ്ടാമത്തത്, ആ ബോൾ പിച്ച് ചെയ്തത് വിക്കറ്റ് ടു വിക്കറ്റ് ലൈനിലാണോ നോക്കും. പിന്നെ ബാറ്റ്സ്മാൻ ഈ ബോൾ അറ്റംപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഓഫ് സൈഡ് പിച്ച് ചെയ്താലും അത് വാലിഡ് ആയിട്ട് കൂട്ടും. പിന്നെ മൂന്നാമത്തത് ആൻഡ് പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് വൺ, അഥവാ ബാറ്റ്സ്മാന്റെ പാഡിലൊന്നും തട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ബോൾ ഇവൻച്വലി സ്റ്റെമ്പിൽ കൊള്ളുമോ ഇല്ലയോ എന്ന്. ഈ ബോൾ ട്രാക്കിംഗ് ടെക്നോളജി ഉപയോഗിക്കുന്നത് ഈ മൂന്നാമത്തെ കാര്യം സോർട്ട് ഔട്ട് ചെയ്യാനാണ്. സ്റ്റേഡിയത്തിന്റെ പല ഭാഗങ്ങളിലായി 6 അൾട്രാ മോഷൻ ക്യാമറകൾ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഇത് 240 to 340 ഫ്രെയിംസ് പെർ സെക്കൻഡിൽ ബോളിനെ ട്രാക്ക് ചെയ്ത് അതിന്റെ പൊസിഷൻ ട്രയാങ്കുലേറ്റ് ചെയ്യും. അതായത് ഒരു സെക്കൻഡിൽ ബോൾ ട്രാവൽ ചെയ്ത 240 മുതൽ 340 പൊസിഷൻസ് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഈ റെക്കോർഡ് ചെയ്ത പൊസിഷൻസ് വെച്ചിട്ട് അഥവാ ഈ ബാറ്റ്സ്മാന്റെ പാഡിൽ ഈ ബോൾ കൊണ്ടില്ലായിരുന്നെങ്കിൽ ഇതിന്റെ പാത്ത് എങ്ങനായിരിക്കുമെന്ന് മെഷീൻ ലേണിംഗ് ആൽഗറിതംസ് ഉപയോഗിച്ച് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഇത് 2001 ക്രിക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ബട്ട് അമ്പയറിംഗിനല്ല, ജസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗിന് വേണ്ടി. അതായത് വീട്ടിൽ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റും, ബട്ട് ഒഫീഷ്യൽ ഡിസിഷൻസ് എടുക്കാൻ ഇത് ഉപയോഗിക്കില്ലായിരുന്നു. കോമഡി എന്താണെന്ന് വെച്ചാൽ ഇത് 2006 തന്നെ ടെന്നീസ് അമ്പയറിംഗിന് വേണ്ടി ഉപയോഗിച്ച് തുടങ്ങിയായിരുന്നു. ബട്ട് ഇത് ക്രിക്കറ്റിൽ ഒഫീഷ്യലി അമ്പയറിംഗിന് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 2008 DRSന്റെ ഭാഗമായി. ബട്ട് ഈ ടെക്നോളജിക്കും ഒരു മാർജിൻ ഓഫ് എറർ ഉണ്ട്. എക്സാക്ട്ലി 3.6 മില്ലിമീറ്റർ, അതായത് 1/2 സെന്റിമീറ്ററിൽ താഴെ. ഏകദേശം ഈ പുൽനാമ്പൊക്കെ കണ്ടില്ലേ, ഇതിന്റെയൊക്കെ പകുതി ഹൈറ്റ്. അതായത് ഇതാണ് നമ്മൾ ബോളിന്റെ പ്രഡിക്റ്റ് ചെയ്ത പൊസിഷൻ. പക്ഷെ അതിന്റെ ഒറിജിനൽ പൊസിഷൻ ആ റെഡ് സർക്കിളിന്റെ അകത്ത് എവിടെ വേണമെങ്കിലും ആകാം. ഈ മാർജിൻ ഓഫ് എറർ കൂടി കൺസിഡർ ചെയ്തിട്ടാണ് 2016 അമ്പയേഴ്സ് കോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ICC. അതായത് ഇപ്പൊ അമ്പയർ നോട്ട് ഔട്ട് പറയുന്നു, പ്ലെയേഴ്സ് അപ്പീൽ ചെയ്തു. അത് ഔട്ട് ആകണമെങ്കിൽ ബോളിന്റെ 50% കൂടുതലെങ്കിലും സ്റ്റെമ്പിൽ കൊള്ളണം. ഈ ബോൾ ട്രാക്കിംഗ് ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1999 പോൾ ഹോക്കിൻസ് ആണ്. അദ്ദേഹത്തിന്റെ കമ്പനിയായ ഹോക്കിൻസ് ഇന്നോവേഷൻസ് ലിമിറ്റഡ് വഴി. അവരതിന് കൊടുത്ത പേര് ഹോക്കൈ ടെക്നോളജി എന്നാണ്. ഇപ്പോഴും ഹോക്കൈ ടെക്നോളജി തന്നെയാണ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്. ഇതിനിടയ്ക്ക് വേറെയും കോമ്പറ്റീഷൻസ് കണ്ടമാനം വന്നായിരുന്നു. ഈഗിളൈ എന്നൊക്കെ പറഞ്ഞ് കുറെ കോമ്പറ്റീഷൻ വന്നു. ബട്ട് ഈ ഹോക്കൈയുടെ ആ ഒരു മാർജിൻ ഓഫ് എററുമായിട്ട് ഇവർക്ക് ആർക്കും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ 2023 ഫിഫ വേൾഡ് കപ്പിൽ ഉപയോഗിച്ച ഒരു ടെക്നോളജി, അതിന്റെ ഒരു വേർഷൻ ക്രിക്കറ്റിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുകയാണ്. എന്നാൽ നമുക്ക് ഫൈനൽ സെഗ്മെന്റിലേക്ക് കടക്കാം. ഞാൻ ആദ്യം പറഞ്ഞ ബോണസ് ടെക്നോളജി, കൂക്കബൂറ സ്മാർട്ട് ബോൾസ്. 2023 ഫിഫ വേൾഡ് കപ്പിൽ ഉപയോഗിച്ച ബോള് കാണുമ്പോൾ ഒരു സാധാരണ ബോൾ തന്നെ ആയിരിക്കും. അത് കളിക്കുന്ന പ്ലേയേഴ്സിന് അടുത്ത് ചോദിച്ചാൽ അവരും പറയും സാധാരണ ബോൾ തന്നെയാണെന്ന്. പക്ഷെ അതൊരു സാധാരണ ബോളല്ല. അതിന്റെ നടുക്കായിട്ട് പല വയേഴ്സിൽ സസ്പെൻഡ് ചെയ്തിട്ട് ഒരു സെൻസർ ഉണ്ടാവും. ഈ സെൻസർ ബോളിന്റെ കറന്റ് സ്പീഡും പൊസിഷനും എല്ലാം ഒരു സെക്കൻഡിൽ 500 തവണ സ്റ്റേഡിയത്തിന്റെ മറ്റേ അറ്റത്തിരിക്കുന്ന കൺട്രോൾ സെന്ററിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്തു. ഇനി നമുക്ക് ക്രിക്കറ്റിലോട്ട് വരാം. പണ്ട് മുതലേ കൂക്കബൂറ ബോൾസ് പ്രൊഫഷണൽ മാച്ചസിൽ ഉപയോഗിച്ചു വരുന്നതാണ്. ഇവര് സ്പോർട്ട് കോർ എന്നൊരു ഇലക്ട്രോണിക്സ് കമ്പനിയായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ടാണ് കൂക്കബൂറ സ്മാർട്ട് ബോൾസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൂക്കബൂറ സ്മാർട്ട് ബോളിന് സാധാ ക്രിക്കറ്റ് ബോളിന് അത്രയും വെയിറ്റും ബൗൺസും ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന്റെ നടുക്കായിട്ട് ഒരു ഹാർഡ് ഷെല്ലുണ്ടാവും. ഈ ഷെല്ലിനകത്താണ് ഇലക്ട്രോണിക്സ് ഹൗസ് ചെയ്തിരിക്കുന്നത്. ഈ ബോൾ ഉപയോഗിച്ച് നമുക്ക് എറിയുന്ന ബോളിന്റെ പ്രീ ബൗണ്ട് സ്പീഡും പ്രീ ബൗണ്ട് സ്പിന്നും പോസ്റ്റ് ബൗണ്ട് സ്പീഡും പോസ്റ്റ് ബൗണ്ട് സ്പിന്നും എല്ലാം കറക്റ്റ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതിപ്പോ ഇതിന്റെ ഫസ്റ്റ് ജനറേഷൻ ആണ്. ഇനി അടുത്ത ജനറേഷനിലൊക്കെ ബോള് ബാറ്റ്സ്മാന്റെ ബാറ്റ് കൊണ്ടോ ഇല്ലയോ എന്ന് വരെ വെരിഫൈ ചെയ്യാൻ പറ്റും എന്നാണ് ഈ കമ്പനി ക്ലെയിം ചെയ്യുന്നത്. ഈ കൂക്കബൂറ സ്മാർട്ട് ബോൾസ് ഇതുവരെ സെയിലിന് അവൈലബിൾ അല്ല. ബട്ട് കമ്പനി ക്ലെയിം ചെയ്യുന്നത് 2024 അവസാനം അല്ലെങ്കിൽ 2025 ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുമെന്നാണ്. പിന്നെ വീഡിയോ തീരുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് തുടക്കത്തിൽ 2 വീഡിയോ ക്ലിപ്പ് കാണിച്ചു തന്നില്ലായിരുന്നോ? നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റുമോ ഏതാണ് ഔട്ടെന്ന്? ഇതിലെ 2ഉം ഔട്ടായിരുന്നു. ബട്ട് അമ്പയേഴ്സ് നോട്ട് ഔട്ട് ആണ് കൊടുത്തത്. ഇത് നടന്നത് ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ 2008
SCG ടെസ്റ്റ് സീരീസിന്റെ സെക്കൻഡ് ടെസ്റ്റിനാണ്. ഈ ഒരു ടെസ്റ്റ് മാച്ചിൽ 8 തവണയാണ് അമ്പയേഴ്സ് റോങ് കോൾ വിളിച്ചത്. ഇത് ഈ ഒരു മാച്ചിന്റെ മാത്രം പ്രത്യേകതയല്ല. 1999 മുതൽ 2009 വരെ സച്ചിൻ എന്ന ഒറ്റ പ്ലെയർ 39 തവണയാണ് അമ്പയേഴ്സിന്റെ റോങ് കോൾ കാരണം ഡിസ്മിസ് ആയത്. നമ്മുടെ പ്ലെയേഴ്സ് വർഷങ്ങൾ കഷ്ടപ്പെട്ടിട്ടാണ് IPL പോലുള്ള പ്രൊഫഷണൽ ടൂർണമെന്റ്സിൽ കളിക്കാൻ അവർക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഇങ്ങനെ അവർ കളിക്കുമ്പോൾ അവരെ ഫെയർ ആയിട്ട് ജഡ്ജ് ചെയ്യേണ്ടത് നമ്മുടെ കൂടെ കടമയല്ലേ? അങ്ങനെയുള്ളപ്പം അവരെ ഫെയർ ആയിട്ട് ജഡ്ജ് ചെയ്യാൻ ഈ ടെക്നോളജീസ് നമ്മളെ കേപ്പബിൾ ആക്കുന്നെങ്കിൽ ഈ ടെക്നോളജീസ് നമ്മൾ അഡോപ്റ്റ് ചെയ്തല്ലേ പറ്റൂ.